ആപ്കി അദാലത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ സർക്കാർ CBIയെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മനീഷ് സാർ, ഇടയ്ക്കിടയ്ക്ക് BJP നേതാക്കന്മാർ ഇത് പറയാറുണ്ട്. ഈ സർക്കാരിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, പാർലമെന്റിൽ മെജോറിറ്റി കിട്ടാൻ വേണ്ടി, സർക്കാർ പ്രവർത്തിക്കാൻ വേണ്ടി CBIയെ ഉപയോഗപ്പെടുത്തുകയാണെന്ന്. ദേ നോക്ക് നിങ്ങൾ, അതായത് ഈ അലിഗേഷൻ, തെറ്റായ കുറ്റപ്പെടുത്തൽ, ഇത് പൂർണ്ണമായും ഒരു തെളിവുമില്ലാത്തതാണ്, ഇല്ലാത്ത കാര്യങ്ങളുമാണ്. ഞാനിപ്പോൾ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും CBIയെ തെറ്റായ രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണെങ്കിൽ അത് NDA സർക്കാരാണ്. അതിനുള്ള എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതേപോലെ നീതിന്യായ കോടതി, ജസ്റ്റിസ് വെങ്കട്ട് സ്വാമി കമ്മീഷൻ, ദ ഹെൽക്കോഫിൻ പ്രസ്താവനകൾ, ആ കാര്യങ്ങളുടെ രീതിയിലാണ് അന്വേഷണങ്ങളും തുടങ്ങിയത്. പിന്നെ എങ്ങനെയാണോ NDA സർക്കാർ ഈ ഹെൽക്കയുടെ പ്രൊമോട്ടേഴ്സ്, പിന്നെ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ, അവരോടൊക്കെ എങ്ങനെയാണോ നിന്നത്, അതിനേക്കാളും ഒരു വലിയൊരു എക്സാമ്പിളുണ്ട്. ഗവൺമെന്റ് മിഷണറീസിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, CBI ഹരൺ പാണ്ഡ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി. പിന്നീട് ആ തീരുമാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അത് CBIക്ക് ഒരു നല്ല കാര്യം തന്നെ ആയിരിക്കും. ഒരുപക്ഷെ CBI ഇതുപോലുള്ള ഒരു തീരുമാനത്തിലാണ് വരികയാണെങ്കിൽ അവർക്ക് അനുകൂലമല്ല എന്നും പറഞ്ഞ് പിന്നെ കോൺഗ്രസ് ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിപ്പോകും. സോ എങ്ങനെയായിരുന്നാലും പ്രശ്നം വരുന്നത് ഇവിടെ തന്നെയാണ്. താങ്കളുടെ സർക്കാരിനെ സഹായിക്കുന്നത് മുലായം സിംഗ് യാദവാണ്. 2013 ഏപ്രിൽ 13 മുലായം സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത് റെക്കോർഡായതാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെതിരായി പ്രക്ഷോഭം നടത്തുന്നത് അത്ര ഈസിയല്ല, ജയിലിലടയ്ക്കും, പിന്നെ CBIയെ പുറകിൽ അയക്കുമെന്ന്. നോക്ക്, ബഹുമാനപ്പെട്ട മുലായം സിംഗിനെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങളിൽ ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ, ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, ഒരു നിവേദനം എല്ലാവരും ചേർന്ന് കൊടുക്കുകയുണ്ടായി. ആ നിവേദനത്തിലുള്ളത് പ്രകാരം, അതിന്റെ പേരുള്ള ഉത്തരവ് പ്രകാരം CBI ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ പോവുകയായിരുന്നു. നീതിന്യായ കോടതി ഈ അന്വേഷണ ഏജൻസിയുടെ നടുക്കിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് സർക്കാരിനും യാതൊരു ബന്ധവും. DMK നിങ്ങളുടെ അലയൻസ് ആണ്. നിങ്ങളുടെ സർക്കാരിലെ ഒരു വലിയ പാർട്ടിയാണ് DMK. DMKയുടെ പാർട്ടിക്കാർ സർക്കാരിലുമുണ്ട്. എന്ന് DMK സപ്പോർട്ട് പിൻവലിച്ചോ അടുത്ത ദിവസം തന്നെ കരുണാനിധിയുടെ മകളുടെ വീട്ടിൽ CBI റെയ്ഡ് നടന്നു. DMK എപ്പോഴാണോ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷണം നടത്തിയത്, അതിനുശേഷം DMK ഒരു തീരുമാനത്തിലെത്തി. പറയുകയാണെങ്കിൽ ഇതിനും ആ സർക്കാരിനും യാതൊരു ബന്ധവുമില്ല എന്ന്. ഏതോ ഒരു കാറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഏതോ ഒരു കാറ് ഇമ്പോർട്ടർ, എനിക്കങ്ങോട്ട് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല, അതിന്റെ കാര്യത്തിലാണ് അന്വേഷണം നടന്നത്. അതായത് വിദേശത്തുള്ള കാറ്, ആ കാര്യത്തെ പറ്റിയാണ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ കാർ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ആ കാറിന്റെ ഏജൻസി ഒരു 16-17 സ്ഥലങ്ങളിലെങ്കിലും പോയിട്ടുണ്ടാകും. അതിലൊരു സ്ഥലമാണ് അത് നമ്മുടെ DMKയുടെ നേതാവിന്റെ സ്ഥലം. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ, അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്കാണ് അവര് പോയത്. സോ അങ്ങനെ ടൈമിംഗ് കണ്ടില്ലേ, ഇന്ന് വിഡ്രോ ചെയ്തപ്പോ നാളെ തന്നെ റെയ്ഡ്. നോക്ക്, ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രീതി, ഈ നിയമം കൊണ്ടുപോകുന്ന രീതി, ഈ വിചാരണ ചെയ്യുന്ന രീതി, ഇതൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഏജൻസിയുടെ ഓരോ ആക്ഷനും ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും. ടൈമിംഗ് എപ്പോഴും ഇല്ല. നോക്ക്, നിങ്ങൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഈ റെയ്ഡിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു കുറ്റപത്രിക കൊടുക്കുന്നതിലൂടെ ഒരാള് കുറ്റക്കാരൻ എന്നതിന് അർത്ഥമില്ല. UPA സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയോ ഉപയോഗിക്കാനാകില്ല. ഈ കുറ്റപത്രിക എല്ലാം തന്നെ ഒരു തെളിവുകളും ഇല്ലാത്തതാണെങ്കിൽ ഈ കുറ്റാരോപണം വെറും ഓപ്പോസിഷൻ ലീഡേഴ്സിന്റെ മാത്രമല്ല, നിങ്ങളുടെ അസോസിയേറ്റ്സിന്റെ അല്ല. സുപ്രീം കോടതി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, CBI സർക്കാരിന്റെ ഒരു തത്തയാണെന്ന്. മുതലാളി എന്ന് പറയുന്നു, അതേ അനുസരിക്കാറുള്ളൂ. ഇപ്പോ കോടതിയുടെ ഈ ട്രിക്സ് ഉണ്ടല്ലോ, ഇതിനെ നിങ്ങൾ ഓർബിറ്റ് എന്നാ പറയാറ്. അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്കും കൊടുക്കാൻ സാധിക്കില്ല. അത് തോന്നുന്നു. അതായത് ഇപ്പോ നമ്മുടെ നാട്ടിലെ CBIയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മന്ത്രിയാകുന്നതിന് മുന്നേ ഞാൻ MP ആയിരുന്നപ്പോ ഞാൻ തന്നെ പാർലമെന്റിൽ ജനങ്ങളുടെ ഒരു നിവേദനം അവിടെ സമർപ്പിക്കുകയുണ്ടായി. CBIക്ക് വേണ്ടി മാത്രം ഒരു നിയമത്തിന്റെ ഒരു ചട്ടക്കൂട് നിർമ്മിക്കുന്നതിനു വേണ്ടി. ഇപ്പോൾ ഞാനെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഹൈക്കോർട്ട് ഇപ്പൊ തന്നെ ഈ കാര്യം പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. ഇത് കാരണം CBIയുടെ സുരക്ഷയെ
ശരിയാക്കുന്നതിന് വേണ്ടി ഇത് വളരെ ഉപകാരപ്രദമായേക്കും. ഒരുപാട് മുന്നേറ്റം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതിന് താങ്കൾ പ്രകാരം എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ. അതായത് ഇസ്രത്ത് കേസിൽ നരേന്ദ്രമോദിയെ കൊടുക്കാൻ വേണ്ടി സർക്കാർ CBIയെ ഉപയോഗപ്പെടുത്തി. അതിലും ടൈമിംഗ് വളരെ കൃത്യമായിട്ടുണ്ട്. ഒരു സൈഡിൽ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നേതാവാവുന്നു, മറ്റൊരു സൈഡിൽ കേസും സ്റ്റാർട്ട് ആവുന്നു. സാർ, നിങ്ങളിപ്പോ ഗുജറാത്തിലെ ഏതെങ്കിലും ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്ത് സംഭവമാണ് അവിടെ നടന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2002 ഒരു കൊലപാതകം നടന്നിരുന്നു. അതിനുശേഷം ഒന്നല്ല, ഒരുപാട് ഫേക്ക് എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. ആ ഫേക്ക് എൻകൗണ്ടേഴ്സ് എല്ലാം തന്നെ ഗുജറാത്ത് സർക്കാർ പ്രകടന പത്രിക വഴിയായിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തപ്പോ അതവർ അക്സെപ്റ്റ് ചെയ്തു, അതവർ സമ്മതിച്ചു, എൻട്രിങ് കോമ്പൻസേഷൻ. സോ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അവിടെയുള്ള സർക്കാരിന്റെ ഇൻസ്ട്രുമെന്റാലിറ്റീസ് അത് മുഴുവനായിട്ട് നശിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ നടന്ന ഈ ഫേക്ക് എൻകൗണ്ടേഴ്സിന് അതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് ഫേക്ക് എൻകൗണ്ടേഴ്സ്, നത്തിങ് എൽസ്. ഇത് കോൾഡ് ബ്ലഡഡ് മർഡർ ആണ്. നിങ്ങളൊരു പേഴ്സണെ നിർബന്ധപൂർവ്വം പിടിച്ചു കെട്ടി അവനെ കൊല്ലുകയാണെങ്കിൽ, അത് എൻകൗണ്ടർ ആണെന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ്സ് നോട്ട് എൻകൗണ്ടർ, ഇറ്റ്സ് എ മർഡർ. അപ്പൊ ഇതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണോ അവർക്ക് എന്തായാലും ശിക്ഷ ലഭിച്ചേ പറ്റത്തുള്ളൂ. അതല്ലേ അതിന്റെ ഒരു ശരി. ഇതല്ലേ CBI എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ IB അത് UPI ഗവൺമെന്റിന്റെ താഴെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. പിന്നെ ഗുജറാത്ത് പോലീസ് നരേന്ദ്രമോദിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്നും അത് അവർ രണ്ടുപേരുടെയും ജോയിന്റ് ഓപ്പറേഷൻ ആണെന്നും. ഇല്ല, നോക്ക്, കുറ്റം ഗുജറാത്ത് സർക്കാരിന്റെ മേലിൽ വരുമോ അതോ സെൻട്രൽ ഗവൺമെന്റിനും അതിൽ ബന്ധമുണ്ടോ? അത് IBയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ IBയുടെ ഓഫീസേഴ്സ് ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഇൻവോൾവ് ആയിരിക്കാം. അതുകൊണ്ട് അവരുടെ മേൽ നടപടി എടുക്കാവുന്നതാണ്. IBയുടെ ചീഫ് ആസിഫ് ഇബ്രാഹിം സർ, അദ്ദേഹം ഹോം മിനിസ്റ്ററിന് ഒരു ലെറ്റർ എഴുതിയിരുന്നു. ലെറ്റർ അല്ല, കംപ്ലൈന്റ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, CBI ഈ കാര്യത്തിൽ എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നെന്ന് വെച്ചാൽ ഇതിന്റെ നഷ്ടം രാജ്യത്തിന്റെ ഇന്റേണൽ സെക്യൂരിറ്റിക്കായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്റലിജൻസ് സർവീസേഴ്സ്, ഇപ്പോൾ ഉള്ള ഏജൻസീസ് എല്ലാം തന്നെ അവര് തെറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ജനങ്ങൾ IB ഓപ്പറേഷൻ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ടാപ്ഡ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ടെറർ ഓപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഹാൻഡ്ലേഴ്സ് ഇൻ പാകിസ്ഥാൻ. ഈ തീവ്രവാദികൾ പാകിസ്ഥാനിലുള്ള വ്യക്തികളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ പക്കാ ടെററിസ്റ്റുകളാണ്. അവർ ലക്ഷറി തോയ്വയുമായി ബന്ധമുള്ളവരാണ്. അവരെ പറ്റിയുള്ളതാണ് ഈ ഓപ്പറേഷൻ. ശരി, ഇപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാം തന്നെ ഞാൻ സമ്മതിക്കാം. അവര് ഉറപ്പായും തന്നെ ലഷ്കർ ഇ തോയ്ബയുമായിട്ട് ആൾക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതിനെപ്പറ്റി വേറൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ സുഹൃത്തുക്കളോ അവരുടെ കുടുംബമോ ആരും തന്നെ ഇത് സമ്മതിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ ഒരു ഫേക്ക് ആർഗ്യുമെന്റിന് വേണ്ടി ഞാൻ ഈ കാര്യം സമ്മതിച്ചങ്ങ് തന്നേക്കാം. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതെ, എലീറ്റ് ഓപ്പറേറ്റേഴ്സ്. എന്നിരുന്നാലും നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ മനുഷ്യത്വം ഇതിന് സമ്മതിക്കുമോ? നിങ്ങളൊരു മനുഷ്യനെ ഒരിടത്ത് നിർത്തിയിട്ട് അവന്റെ തെറ്റ് പ്രൂവ് ചെയ്യാതെ അവനെ വെടിവെക്കുന്നത് ഏത് നിയമമാണ് ഇതിനെ അനുവദിച്ചിരിക്കുന്നത്? നോക്ക്, കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു പക്ഷേ അവർക്കെതിരായിട്ട് നിങ്ങളുടെ അടുത്ത് തെളിവുകൾ ഉണ്ടെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യ്, കോടതിയിൽ കൊണ്ടുപോയി നിർത്ത്. ആഫ്റ്റർ ഓൾ നിങ്ങൾ ഖസാക്കിനെതിരെ നടപടി എടുത്തിരുന്നു. യാതൊരു വിധത്തിലുള്ള ആപത്തുമില്ല. ഇത് അപകടമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഈ കേസിൽ രാഷ്ട്രീയത്തെ കലർത്താൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. വെറും ചില ടെലിഫോൺ കോൾസിന്റെ ബേസിക്കല് ഇവർ മുഖ്യമന്ത്രിയുടെ പേരിലും അന്നത്തെ ഹോം മിനിസ്റ്ററിന്റെ പേരിലും കാര്യം പറയും. ഇത് ഒറ്റപ്പെട്ട ഒരാളുടെ കാര്യം മാത്രമല്ല, ഷറാബുദ്ദീന്റെ കാര്യം, കൗസർ പിയുടെ വിഷയം, തുളസി പ്രജാപതിയുമായി ബന്ധപ്പെട്ടത്. ഞാൻ ഈ കാര്യമാണ് പറഞ്ഞു വരുന്നത്. 2002 ശേഷം 2007, 2008 ആ കാലം വരെ ഏതുവരെ ഹൈക്കോർട്ട് ഇതിൽ ഇടപെടാതെ നടപടിയെടുക്കാതെ വിട്ടിരുന്നുവോ, അതുപോലെ തന്നെ ഗുജറാത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ രോമാഞ്ചം കൊള്ളുന്ന കാര്യങ്ങളായിരുന്നു. ഒരുപക്ഷെ അതിൽ സർക്കാർ തന്നെ ഇൻവോൾവ് ആയിരുന്നാലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവർ തന്നെ അതിന്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കേണ്ടത്. പിന്നെ താങ്കൾ നരേന്ദ്രമോദിയെ അനാർക്കലിയാക്കി മാറ്റി. IB താങ്കളെ ചാവാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു, CBI താങ്കളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. നോക്ക്, കാര്യം എന്താന്ന് വെച്ചാൽ അവരെ നമ്മൾ അനാർക്കലിയും ആക്കിയിട്ടില്ല, സലിമും ആക്കിയിട്ടില്ല. ആ CBI തന്നെ ഗുജറാത്ത് എത്രത്തോളം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുവോ, അതായത് താങ്കളുടെ രാഷ്ട്രീയ സുഹൃത്തായ പവൻ ബൻസൽ അദ്ദേഹത്തെ എൻക്വയറി ചെയ്യുമ്പോൾ അപ്പോ പവൻ ബൻസലിനെ മാപ്പുസാക്ഷിയാക്കും. അദ്ദേഹത്തിന്റെ നെഫ്യൂ 10 കോടി രൂപയാണ് ബ്രൈറ്റ് ചോദിച്ചത്. അവരുടെ വീട്ടിൽ വെച്ച് മീറ്റിംഗും നടന്നു. അവർ ടെലിഫോണിൽ മിനിസ്ട്രിയോട് സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ CBI കൊടുത്ത തെളിവുകളാണ്. പക്ഷേ മന്ത്രി അതിൽ ഉൾപ്പെട്ടതുകൊണ്ട് എല്ലാം വിട്ടിരിക്കുകയാണ്. നോക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്.
അതായത് 1979 തൊട്ട് 2004 വരെ ഞാൻ ലുധിയാനയിലേക്ക് പോയിട്ടേ ഇല്ല. ഞാനും പിന്നെ ബെൻസൽ സാറും സിൻഡിക്കേറ്റ് മത്സരത്തിലെ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. നമുക്കെതിരെ ഒരാൾ മത്സരിക്കാനായിട്ട് നിൽക്കുമ്പോൾ അപ്പം നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഇൻ്റലിജൻറ്റ് നല്ലതുപോലെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. ഞാൻ എനിക്കുണ്ടായ അനുഭവം വെച്ച് പറയുക, ഈ പവൻ ബൻസൽ ഇങ്ങനെയുള്ള ഒരാളേ അല്ല. ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു 1% കോർട്ട് തീരുമാനിക്കുന്നതും തീരുമാനിക്കാത്തതും അതിന്റെ ആ വഴിക്ക് ഞാൻ അങ്ങ് വിട്ടേക്കാം. ഞാൻ എന്റെ സ്വന്തമായിട്ടൊരു അഭിപ്രായമാണ് എനിക്കുള്ള ലാഭനഷ്ടങ്ങളെ പറ്റിയും പറയാനായിട്ട് സാധിക്കും. സാർ, ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. നാളെ ഒരു പക്ഷേ കോർട്ട് വേറൊരു തീരുമാനവും എടുത്തേക്കാം. പക്ഷെ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ലല്ലോ. അതായത് താങ്കൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തെറ്റായ കാര്യങ്ങൾ താങ്കൾ പറയില്ല, രാഷ്ട്രീയത്തിന് വേണ്ടി കള്ളം പറയുന്ന ആളുമല്ല താങ്കൾ. താങ്കൾ ഒരു വക്കീലായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, CBI എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പവൻ ബെൻസലിന് ഒരു റോളും ഇല്ല, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒന്നും അറിയാത്ത അദ്ദേഹത്തിന് എന്തിനാണ് അവർ സാക്ഷിയാക്കി വെച്ചിരിക്കുന്നത്? നോക്ക്, ഇതുപോലുള്ള ഒരു കേസിലും ചാർട്ട് ഷീറ്റ് വായിച്ച് നോക്കിയിട്ട് അതിനെ നല്ലതുപോലെ മനസ്സിലാക്കി, ആ ചാർട്ട് ഷീറ്റിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എന്ന് നല്ലതുപോലെ മനസ്സിലാക്കി, ഞാൻ ആരെ സാക്ഷിയാക്കണം, ആരെ കുറ്റാരോപിതരാക്കണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ഈ UP സർക്കാർ, പിന്നെ പ്രധാനമായും നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എപ്പോഴും ഈ സൈഡിൽ ഉണ്ടായിരുന്നതേ ഇല്ല. എൻക്വയറി ഏജൻസിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ തലയിട്ടിട്ടേ ഇല്ല. അപ്പൊ താങ്കളുടെ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? ഒരു സൈഡിൽ സുപ്രീം കോടതി പറയുന്നത് സർക്കാരിന്റെ കിളിയാണെന്ന്, പക്ഷെ താങ്കൾ പറയുന്നത് അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല. എങ്ങനെ വിശ്വസിക്കും? എൻക്വയറി ഏജൻസിയുടെ കൺക്ലൂഷൻ അതൊരിക്കലും ഫൈനൽ അല്ലല്ലോ. എ ചാർട്ട് ഷീറ്റ് ഇസ് ആസ് ബെസ്റ്റ് an appreciation of the facts in the circumstances and understood by the investigation officer. It is nothing more and nothing else. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും അത് പവൻ ബെൻസൽ ആണെങ്കിലും അല്ലെങ്കിൽ നരേന്ദ്രമോദി ആണെങ്കിലും രണ്ടുപേർക്കും അങ്ങനെയാണ്. രണ്ടുപേർക്കും അങ്ങനെയാണ്. ഇതേ നോക്ക്, അതിപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നാലും ശരി, അത് പവൻ ബൻസൽ ആയിരുന്നാലും ശരി, അതിപ്പോ ഞാനായിരുന്നാലും ശരി, നിങ്ങളായിരുന്നാലും ശരി, ഇനിയിപ്പോ ജനങ്ങളായിരുന്നാലും ശരി, ഇന്ത്യയിലെ ജൂരിയസ് ഫ്ലൂഡൻസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ യു ആർ ഇന്നസെന്റ് ആൻഡ് ടിൽ പ്രൂവൻ ഗിൽറ്റി. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇതിലിപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോ ഈ നിമിഷത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ നാട്ടിലെ മീഡിയാസിനെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രീ സൊസൈറ്റിയെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു മീഡിയ ട്രയൽ അല്ലേ. എ പേഴ്സൺ ഈസ് കൺവക്റ്റഡ് ഈവൻ ബിഫോർ ഹി എൻറ്റർഡ് ദ കോർട്ട് റൂം. ഈ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് എന്തായാലും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. എന്ത് ഉപദേശമാണ് നൽകുന്നത്? എന്റെ അഡ്വൈസ് ഇത് മാത്രമാണ്. ഇപ്പോ എന്റെ അഡ്വൈസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾ സത്യം എന്താണോ അത് റിപ്പോർട്ട് ചെയ്യേ, പക്ഷെ അവരെ സെൻസേഷണലൈസ് ആക്കരുത്. അതെന്തിനാ പറയുന്നത് വെച്ചാൽ രജിത് സാർ, ഇപ്പോൾ എല്ലായിടത്തും ഈ മീഡിയയുടെ റെഗുലേഷനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ടല്ലോ. അതൊരു സർക്കാരിന്റെ കാര്യമോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമോ അല്ല. അതൊരു കോർട്ട് എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനം വന്നതിന് ശേഷമേ കാര്യങ്ങളൊക്കെ നടക്കാവൂ. മീഡിയ അവരവർ സ്വന്തമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം. ഇത് ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, വേറെ ആരുടെയുമല്ല. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായമല്ല, ഒരു സാധാരണ പൗരന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഈ കോർട്ട് വീണ്ടും തുടർന്നുകൊണ്ട് ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ മീഡിയ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. താങ്കൾ പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം. പക്ഷേ സർക്കാർ ആണെങ്കിലും കോടതിയാണെങ്കിലും ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കണം. ഒരുപക്ഷെ മീഡിയ ഇല്ലാതിരുന്നിരുന്നെങ്കിൽ ഉത്തരാഖണ്ഡിൽ എന്ത് സംഭവിച്ചെന്ന് ജനങ്ങൾ അറിയില്ലായിരുന്നു. ഡൽഹിയിൽ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായപ്പോൾ ആ കേസ് മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോകില്ലായിരുന്നു. ഇല്ല, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. ഇതിന് 2 വശമുണ്ട്. ഇതില് കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിപ്പോർട്ടൊന്നും ചെയ്യരുതെന്ന് ആരും തന്നെ പറഞ്ഞതേ ഇല്ല. നിങ്ങൾ സത്യം മാത്രം. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ട്രാജഡി എങ്ങനെ മീഡിയ റിപ്പോർട്ട് ചെയ്തോ അത് വളരെ ഉത്തരവാദിത്വത്തോടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മീഡിയയാണ് ജനങ്ങൾക്ക് കൃത്യമായി ആഹാരം കൊടുത്തതും വഴി കാണിച്ചതും പിരിഞ്ഞ കുടുംബങ്ങളെ ഒന്നിച്ചു ചേർത്തതും പിന്നെ എത്രയോ ഇടങ്ങളിൽ ദഹനം പോലും നടത്തി. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിന്റെ ട്രാജഡി മാത്രമല്ല, ഒരുപാട് കാലങ്ങളായി എപ്പോഴൊക്കെ മതത്തിന്റെ പേരിൽ ലഹളം നടന്നുവോ അപ്പോഴെല്ലാം മീഡിയാസ് വളരെ ഉത്തരവാദിത്തപൂർവ്വം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ മറക്കാനേ സാധ്യതയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെൻസേഷണലാവുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മാത്രമാണ്.
അത് TRPക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് മീഡിയാസിന് പ്രശ്നമാണ്, മറ്റുള്ള ആൾക്കാർക്കും അത് പ്രശ്നമാണ്. എല്ലാത്തിനും രണ്ട് താങ്കൾ വശമുണ്ടെന്ന്. പറയുന്നത് അംഗീകരിക്കാണ്. അബ്രേഷൻ സംഭവിക്കും, ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊരിക്കലും TRPക്ക് വേണ്ടി സംഭവിക്കുന്നതല്ല. ചില തെറ്റുകൾ എപ്പോഴും സംഭവിക്കാറുണ്ട്.